ഇപ്പം പച്ചക്കൊക്കെ പറയാം SDPI ആദ്യകാലത്ത് SDPI ഏറ്റവും നല്ല സംഘടനയാണ്, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ പ്രവർത്തനം രാജ്യവിരുദ്ധമാണ് എന്ന് ഞാൻ കരുതുന്നു. ആ SDPIയും പണ്ട് നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചില്ലേ, അതുപോലെ SDPI നിരോധിക്കണം എന്ന അഭിപ്രായം പാരിശ്രമികമായി എനിക്കൊരു പേടിയില്ല ഇത് പറയാൻ. എനിക്കൊരു വിരോധമില്ല പറയാതിരിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് SDPI പ്രവർത്തകരെല്ലാം അറസ്റ്റ് ചെയ്യണമെന്നല്ല. ആ ആശയം മാറുന്നിടം വരെയും അവരെ നിയന്ത്രണ വിധേയമാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. SDPക്കാർ എനിക്കെതിരല്ലോ. എത്ര SDPക്കാർ എൻ്റെ അനുകൂലങ്ങളുണ്ട്? എനിക്കറിയത്തില്ല, ആരും പ്രത്യേകിച്ച് ആരും ഇല്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത ഒരു മൗലവിയുണ്ട്, അങ്ങനെ പള്ളിയിൽ നിന്നൊക്കെ ചാടിച്ചു വിട്ടല്ലോ. ഇപ്പം എന്നാ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ അന്വേഷിച്ചു. ഈരാറ്റുപേട്ടയ്ക്ക് നാണം കേടുണ്ടാക്കുന്ന ഒരു കാര്യം പറയാൻ ഞാൻ തയ്യാറില്ല, അതുകൊണ്ടാണ് മിണ്ടാത്തത്. മനസ്സിലായില്ലേ? ഒരു മൗലവിയെ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ചാടിച്ചു വിട്ടിട്ടുണ്ട്. അയാളായിരുന്നു കഴിഞ്ഞവണ എനിക്ക് ഈരാട്ട് പ്രസംഗിച്ചുകൊണ്ട് നടന്നേ. കാര്യം എന്നാന്ന് ചോദിച്ചു, അവർ പറയും. അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിയവർ ചോദിച്ചാൽ അവിടെ ഉരിച്ചു വീഴുമ്പോൾ ഞാൻ പറയാം. പരസ്യം വയ്ക്കാൻ കൊള്ളാവുന്നതല്ല, അതുകൊണ്ടാണ്. എന്തോ ഈടാ സാഹസമേ, ഇത് എത്രയോ പ്രാവശ്യം 2 കൊല്ലമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുക. അത് ഞാൻ നേരിട്ടോളാം, നിങ്ങൾ അതിനെ സഹായിക്കേണ്ടെന്ന്. മനസ്സിലായില്ലേ? പുള്ളി അത് എത്ര അറിഞ്ഞിരിക്കാണ്. ഏതാ പറയാൻ ബുദ്ധിമുട്ടോ? പഴയ അത് ഞാൻ പത്രം ഏതാ? നിങ്ങൾ പത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമല്ലോ എന്ന് പറയണത്. എനിക്ക് നിർബന്ധമൊന്നുമില്ല, പേടിക്കണ്ട. സുഹൃത്തെ, നിങ്ങളും അറിയാം അങ്ങനെ ഒരു ഭയം എന്താണെന്ന് അറിയില്ലാത്ത ഒരു പൊതുപ്രവർത്തകനാണ് PC ജോർജ്.